Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലത്തെ തിരക്കിനിടയിൽ കുറച്ച് സമയം കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ചെറുവാറ് കറിയാണ് ഉണ്ടാക്കുന്നത്. അതിനിതാ കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറുവാറ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നാസ്തക്ക് പൂരി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇവിടെ പൂരി ഉണ്ടാക്കുന്ന ദിവസം പിന്നെ ഒരാൾക്ക് പറ്റൂല, അപ്പോൾ അവന് ചപ്പാത്തി ഉണ്ടാക്കണം. ഇങ്ങനെയുള്ള ആളൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും 2 ടൈപ്പ് എന്തായാലും ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മുടെ ചെറുവാരി നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. ചെറുവാരൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിൻ്റെ പരിപാടി നോക്കാം. ഞാനിതൊരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതാ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ഒന്ന് എടുത്ത് വെക്കാം. എല്ലാത്തിൻ്റെ തൊളി കളഞ്ഞ് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്ത് വെക്കാം. മീഡിയം സൈസിലുള്ള ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി എടുത്തിട്ടുണ്ട്. ചട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതാ കടുകൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതാ വെളുത്തുള്ളി ഒന്ന് കുത്തിയെടുക്കണം. ഇതുപോലെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കുത്തിയെടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു കറിക്ക് വേറെ തന്നെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കടുക് പൊട്ടിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് നീളത്തിൽ അരിഞ്ഞു വെച്ച് ഉള്ളി ഇട്ട് കൊടുത്തു. ഒരു ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഉള്ളി നേരിയതായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതും ഇട്ട് കൊടുത്തു. ഉള്ളി നന്നായിട്ടൊന്ന് ഗോൾഡൻ കളർ ആവണം. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതുവരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉള്ളി നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളർ ആവട്ടെ. അപ്പോഴേക്കും നമുക്കിതാ ഒരു മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ ഒരു 1.5 തക്കാളി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ 1 മാത്രം മതി. വലുതൊക്കെ ആണെങ്കിൽ 1 മതി. അപ്പോൾ 1.5 അതും ഇട്ട് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. അധികം അരിഞ്ഞു പോകണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. ഉള്ളിയിൽ നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ട് ഒരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തക്കാളിയില്ലേ അത് ഇട്ട് കൊടുക്കാം. അതിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഇല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വാടി കിട്ടും. അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ വെച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണ്, അപ്പോൾ എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒരേ സെയിം അളവിലായിരിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവാൻ. പിന്നെ നമ്മളിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ ഒരു മൂത്ത മണം വരുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. കരിഞ്ഞു പോകരുത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് കരിഞ്ഞ് പോവില്ല. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടായിരിക്കും ചട്ടിക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ആ ഒരു മസാല നന്നായിട്ടൊന്ന് ആയി കിട്ടണം. അതൊന്ന് അവിടെ നിന്ന് തിളക്കുമ്പോഴേക്കും നമുക്കിത് ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കാം. ഞാനിതാ സൈഡിൽ നിന്ന് ചുട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം കൂടിയിട്ടും സമയം ഉണ്ടാവില്ല. രാവിലെ തന്നെ എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയായിരിക്കും. 3 അടുപ്പിലും 3 സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ നടുക്കത്തെ അടുപ്പിൽ ഞാനിതാ എണ്ണയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പൂരിയും കൂടി ചൂടാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ഒരാൾക്ക് ഒന്ന് ഇഷ്ടമാണെങ്കിൽ മറ്റേയാൾക്ക് അത് ഇഷ്ടമാവില്ല. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ.
അപ്പോഴേക്കും ഇതാ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറുപയർ ഇട്ട് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു കറിയാണ്, പെട്ടെന്ന് നമുക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇത്, ചപ്പാത്തിക്കും പൂരിക്കൊക്കെ പിന്നെ പുട്ടിനും നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ഇനി ഞാനിതാ ചെറുപയർ ഇട്ട് കൊടുത്തു. പിന്നെ നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം പിന്നെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് വിട്ടുപോയതാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ചെറുപയർ ഇട്ട് കഴിഞ്ഞാൽ ഇനി നന്നായിട്ടൊന്ന് തിളക്കണം. തിളക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. തീയൊന്ന് നന്നായിട്ടൊന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുപയറിൽ മാത്രമാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ ഗ്രേവിയിൽ ഒട്ടും ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കണം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ. ഇനി നമ്മളിതാ പൂരിയും കൂടി ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തെ തിരക്കൊക്കെ ഏകദേശം കഴിഞ്ഞു, എല്ലാം ആയിട്ടുണ്ട്. പൂരിയും ചപ്പാത്തിയും കറിയൊക്കെ ഏകദേശമായി. ഇനി ഒരു ജ്യൂസ് മാത്രമേ അടിക്കാനുള്ളൂ. അപ്പോൾ കുട്ടികളൊക്കെ മദ്രസ വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതാ കുട്ടികൾക്ക് ഫുഡൊക്കെ കൊടുക്കട്ടെ. ഇൻഷാ അല്ലാ കുഞ്ഞു വീഡിയോ ആണ്, അങ്ങനെ വലിയ വീഡിയോ ഒന്നുമല്ല. പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്ന കറി തന്നെയായിരിക്കും. രാവിലെ കിച്ചണിലേക്ക് വന്നപ്പോൾ എനിക്കെന്തോ വീഡിയോ എടുക്കാൻ തോന്നി, അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുവെന്നേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഇൻഷാ അല്ലാ ഒരാഴ്ചയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് പറയണേ. ഞാൻ അധികം ഉണ്ടാക്കുന്നത് ദോശയാണ്, നമ്മൾ പച്ചരി ദോശയില്ലേ, അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതാകുമ്പോൾ ഇല്ലേ നമുക്ക് വേറൊരു ഐറ്റം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതാകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും അത് ഉണ്ടാക്കും. അപ്പോൾ അതുപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു ഗിവ് അവേ നടത്തണമെന്നുണ്ട് ഇൻഷാ അല്ലാ. ഇപ്പോൾ ഒരു 10,000 സബ്സ്ക്രൈബർ ആയിക്കഴിഞ്ഞാൽ നടത്താം ഇൻഷാ അല്ലാ. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ എത്തിയത്. പിന്നെ 5 മാസം കൊണ്ട് തന്നെ എനിക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന്. എനിക്ക് 5 മാസം കൊണ്ട് എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ആയതെന്നും പിന്നെ ഞാൻ ചാനലിൽ എന്തൊക്കെയാണ് ചെയ്തത്, പിന്നെ മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടിയിട്ട് പിന്നെ എന്തൊക്കെ ചെയ്തു, വീഡിയോ എങ്ങനെയാണ് ഇടൽ, അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പുതുതായിട്ട് നമ്മളിപ്പോൾ യൂട്യൂബൊക്കെ തുടങ്ങിയ ആളുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ പിന്നെ മോണിറ്റൈസേഷൻ ആവാതെ കുറേ കഷ്ടപ്പെടുന്നവരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തോളൂ. ഞാൻ അടുത്ത വീഡിയോ ആയിട്ടിടാം, അല്ലെങ്കിൽ കമൻറ്റിൽ തന്നെ പറഞ്ഞുതരാം. ഞാൻ എന്തൊക്കെയാണ് എൻ്റെ ചാനലിന് വേണ്ടി ചെയ്തതെന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇൻഷാ അല്ലാ. പിന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും വരാം, നല്ലൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് ഇനിയും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ.